നീ ഇല്ല അടക്ക് നീ ആ തൂണിന്റെ ഈ തൂണിന്റെ നടുക്കിലൂടെ കാല് കുത്താണ്ട് ഓടിച്ചു കഴിഞ്ഞാല് നീ പറയുന്നില്ല ആടക്കടക്കേ അത് പറഞ്ഞ പാടെ എല്ലാം എനിക്ക് വേണ്ടിയാ രേഷു. നീ എന്താണ് തിന്നുന്നേ? അത് വായിലെന്തോ ഉണ്ട്, അത് ഇറക്കണ്ടിട്ട് കാത്തു നിൽക്കുന്നയാ. തിന്നോ തിന്നോ എല്ലാണ്ടോളും വീണ്ടാണ്ട് കരാ ഇപ്പൊ നോക്കിയാ ചവക്ക് നോക്കിയാ. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെല്ലാം നോർമലായിട്ട് നമ്മൾ ഒരു സാധാരണ ഒരു ദിവസം വൈകുന്നേരത്തെ ചില പരിപാടികൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ട്, അതും വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുമ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഇവിടെ ഇന്നത്തെ ദിവസം നടന്നു വരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്. ഇതാറ് എനിക്കറിയായിരുന്നല്ലോ കേട്ടോ, എൻ്റെ ബാക്കിൽ ഇവ ഇങ്ങനെ എടുത്തിട്ട് വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഓ അറിയേയില്ല, എനിക്കറിയാലും ചെയ്യും വരുന്നതായിരിക്കും. വേണ്ടതും കൂടി പറഞ്ഞിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. സംഭവമൊന്നുമില്ല. ഇന്നൊരു വൈകുന്നേരം എപ്പം വന്നു കഴിഞ്ഞാലും നമ്മളെ റോഡ് ഇപ്പം നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഒരിക്കൽ അത് കോൺക്രീറ്റ് ചെയ്യണം. ആ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആ സാധനം നമുക്ക് മിസ്സായി പോകും. ഇത് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ ആ കട്ട് റോഡുമ്പിലേക്ക് കയറിയിട്ടുള്ള അതെന്തോ മനസ്സിലങ്ങ് ഇഴുകി ചേർന്ന് പോയി. അതുകൊണ്ട് നമുക്ക് ശരിയാവില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത്രയും വലിയ മഴ കഴിഞ്ഞ പോലത്തെ മഴയെല്ലാം പെയ്തിട്ടുള്ള ഫുൾ കണ്ട നമ്മൾ കോറ വേസ്റ്റ് മറ്റേ സംഭവം ഇട്ട് റോഡ് ഫുൾ പക്കയായി നല്ല ഉറപ്പായി. പക്ഷേ ഇപ്പോൾ ഈ ആടെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ കുഴികളില്ലേ, അങ്ങനത്തെ കുഴികൾ ഉള്ളതുകൊണ്ട് 2-3 കല്ല് ഇതേപോലെ പൊട്ടിച്ചിട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ടാ വണ്ടി എടുത്തിട്ട്. എന്നാൽ ഇപ്പോൾ ഇങ്ങനൊരു പ്രഗ്നൻറ്റ് ടൈം ആയതുകൊണ്ട് അല്ല അതിപ്പോൾ ഇനിയിപ്പോൾ ഏത് നിമിഷം നമുക്ക് അത്യാവശ്യമായിരിക്കൂലേ, അതുകൊണ്ടാണ് പിന്നെ ആയതുകൊണ്ട് സംഭവം ഒരു കല്ല് പൊടിക്കാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല. എന്നിട്ട് 2 ദിവസമായിട്ട് ഏറിയേറിയിട്ട് ഈ ഒരു ഏരിയ ഇങ്ങനെ പിടിച്ച പോലെയല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഭയങ്കര ഉറപ്പുള്ള കല്ല്, പഴയതുപോലെയല്ല, കല്ലെല്ലാം ഭയങ്കര ഉറപ്പായി തോന്നും. ഇതെന്താ ഇവിടെ നമ്മുടെ സാധാ വീട്ടിലേക്കുള്ള റോഡ്. കുറച്ച് ദിവസം മുമ്പ് മഴ ആ ഒരു ടൈമിൽ ലോറി അടക്കം ചെരിഞ്ഞ് ചിടിഞ്ഞ് പൊളിഞ്ഞ് ഇങ്ങനെ ആയൊരു റോഡാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പൊളിഞ്ഞ് വീണ ഈ കല്ലിൻ്റെ അകത്തുനിന്നെല്ലാം കുറച്ച് എടുക്കാം നമുക്ക്. പൊട്ടിയ കല്ല് കിട്ടുമെന്ന് ഞാൻ നോക്കുന്നു. പൊട്ടിയ കല്ല് നോക്കണ്ട, ഇതേടിയായി പോന്ന് അടിക്കാൻ പോന്നേ ആരാ? ഈ ഒരു കല്ലാടി അടിക്കാൻ കൊടുത്തത് എന്നോടാ. എടുത്ത് പോന്നെല്ലാം നോക്കറാടോ. എല്ലാം എനിക്ക് വേണ്ടിയാ രേഷു. ഇത്രയും കാലമായിട്ട് നമ്മളെ വീടിനൊരു വ്യൂ ഉണ്ടായില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ നടുക്ക് വീട് ഒരു തെങ്ങും കൂടി ഉണ്ട്, അതും കൂടി പോയാൽ അടിപൊളിയായിട്ട് വ്യൂ കിട്ടും. ഇവരിന്ന് വന്നിട്ട് ഇവിടെ വാഴയല്ലേനോ, വാഴയെല്ലാം ഇന്ന് ഒഴിവാക്കി കേട്ടോ. വാഴ മൊത്തം വയക്കുവെല്ലാം ചെയ്ത്. ഇത് നമ്മുടെ സ്ഥലമല്ല ഇവരെ, ഇത് വേറെ ആളെ സ്ഥലമാണ്. ഇവർ മൊത്തം ക്ലീൻ ആക്കിയിട്ട് പോയി. ഇവിടെ കുറേ വാഴ, ഉണങ്ങിയ വാഴ പോലത്തെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ കൊത്തിക്കളഞ്ഞ് മൊത്തം ലെവലാക്കിയിട്ട് പോയി നോക്കുമ്പോൾ ഇപ്പോൾ ഈ റോഡ് ഈ വീട് മൊത്തം ഇതുവരെ ആയിട്ട്, വീടെടുത്തതിന് ശേഷം ഇതുവരെ ആയിട്ട് ഈ വീട് ഇതേപോലെ ഈ സൈഡിൽ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടിയിട്ടില്ലേനും. അപ്പോൾ ഇതാദ്യമായിട്ടാട്ടെ ഇങ്ങനെ ഒരു വൃത്തിക്കൊന്ന് കാണുന്ന ഫ്രണ്ട് വ്യൂ. അങ്ങനെ ഓൻ പണിയെടുക്കുന്ന മാത്രം കാണിച്ചാൽ പോരല്ലോ, ഇടയ്ക്കെല്ലാം ഞാനും പണിയെടുക്കുന്നുണ്ടെന്ന് കാണിക്കണ്ടേ. സംഭവം ഈ പണിയെടുക്കുമ്പോൾ വീഡിയോ എടുത്തു തരാൻ പറയാറില്ല. പിന്നെ ഇത് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു പോയൊരു പരിപാടി. ഇപ്പോൾ എന്ത് ചെയ്യുമ്പോൾ അതുകൊണ്ട് മാത്രം എടുക്കുന്നു ചേട്ടാ. അല്ലാണ്ട് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുന്നതാണെന്ന് വിചാരിക്കാം. ഒരു പണി കഴിഞ്ഞാൽ ഉടനെ അടുത്ത പണിയിലേക്ക്. ഇതാ അടുത്തതായി കാറ് കഴുകുകയാണ് നമ്മുടെ സംഗീത് കുമാർ. ഇതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറ് കഴുകുന്നതല്ല, ഇവന് വലിയൊരു സംഭവമായി തോന്നുന്നുണ്ടാന്ന് ഇങ്ങനെ വ്ളോഗെല്ലാം ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ല, ഇവൻ തന്നെ പറഞ്ഞ. എടാ നീ കാറ് കഴുകുന്നുണ്ടെന്ന് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഇവന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. കഴുകുക വൃത്തി കേൾക്കുന്നവര് വിശ്വസിക്കും. ഞാൻ ഈ കാറ് കഴുകുന്നത് ആക്കുന്ന ഞാൻ ഇങ്ങനെ
വീഡിയോ എടുത്തിട്ടില്ല. ഇവൻ തന്നെ പറഞ്ഞാന്ന് ഞാൻ ആദ്യം കല്ല് കൊണ്ടുപോയി റോഡിൽ അതൊന്ന് വീഡിയോ എടുക്കുന്നു പറഞ്ഞു. അത് ഞാൻ എടുത്തു. അത് കഴിഞ്ഞ പാടെ ഞാൻ കാറ് കഴുകും, അതും കൂടി എടുക്കുന്നു പറഞ്ഞു. അതും കൂടി ഞാൻ എടുക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കാറ് കഴുകുന്നതും പിന്നെ റോഡ് വൃത്തിയാക്കുന്നില്ലെങ്കിൽ കാണാൻ നിർബന്ധമാക്കി ഞാൻ എടുത്ത CCTV അങ്ങനെ എടുത്തിട്ട് കാണിച്ചിട്ട്. കാരണം ഞാൻ വീഡിയോ എടുക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇവന് നിർബന്ധമാണ് ഇവന്റെ അടുത്ത പണി. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറയൂ. വൃത്തിയായിട്ട് കഴുകടാ, വൃത്തിയായിട്ട് കഴുകുക. ഇവരെ കഴിഞ്ഞ 3-4 കൊല്ലായിട്ട് കാണുന്ന നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഒറ്റ ചോദ്യം. ഒറ്റക്ക് നടന്നു വരുന്ന കണ്ട പ്ലെയറിംഗ് എടുത്ത സംഭവം. നമ്മളെപ്പോഴും വണ്ടി എടുത്തിട്ട് ഇറങ്ങുമ്പോൾ ഈ റോഡിന്റെ അങ്ങ് അറ്റത്ത് വരെ നടന്നു പോയിട്ട് ആടുന്ന വണ്ടിക്കല്ല. കാരണം എടുത്ത് ഈ റോഡിന്റെ ഭയങ്കര കുലുക്കവും കാര്യങ്ങളും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ചാല് പോലെല്ലാം വന്നിട്ട് ഇതാവും. നമ്മൾ കോൺക്രീറ്റിനുള്ളത് നമ്മൾ ഒരു കൊല്ലം മുമ്പേ നമ്മൾ അപേക്ഷയെല്ലാം കൊടുത്ത് എല്ലാം സെറ്റായി എല്ലാം പാസ്സായി എന്നെല്ലാം പറഞ്ഞ് ഈ കൊല്ലം കോൺക്രീറ്റ് ചെയ്യുമെന്നുള്ളത് വെയിറ്റിംഗ് നിൽക്കലായിരുന്നു. മഴക്ക് മുമ്പേ അത് ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, അതിങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യം കല്ലെല്ലാം ഇട്ട് നിരത്തി അങ്ങനെയെല്ലാം നമ്മളിപ്പോൾ ഇതിലൂടെ വണ്ടി എടുക്കൽ. പക്ഷെ ഇവക്ക് തൽക്കാലം അതിനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ നമുക്ക്. ഇനി കുറച്ച് ദിവസം കൂടി നടന്നിട്ട് തന്നെ പോകാൻ തോന്നും. അല്ലാണ്ട് മൊത്തം ലെവലാക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതായാലും കാറ് ഇങ്ങനെ കഴുകുന്നതാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇതും കൂടി ഒന്നും കഴുകിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇവിടത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ചേക്കാൻ നനയുന്നുണ്ടെന്ന് അങ്ങോട്ടൊന്നായിരിക്കുമല്ലേ? കുട്ടി കഴുകാൻ വേണ്ടിയിട്ട് വെക്കാന്നെല്ലാം പറയുന്നുണ്ട്. വേഗം പോയി എടുത്തിട്ട് വന്നോ. നീ ഓടിച്ചിട്ട് കൊണ്ട് തന്നാ മതി. ഓടിച്ചു കൊണ്ട് തന്നായി. നീ ഇല്ലേ അടക്ക്. നീ ആ തൂണിന്റെ ഈ തൂണിന്റെ നടുക്കിലൂടെ കാല് കുത്താണ്ട് ഓടിച്ചു കഴിഞ്ഞാല് നീ പറയുന്നില്ല. ആടക്കടക്കേ അത് പറഞ്ഞ പാടെ. അതായത് ഈ ആ ചെടി മാറ്റി കൊടുക്കും സാധിച്ച. അല്ല നീ എന്നാ പിന്നെ നീ ആ തൂണ് റൗണ്ട് വട്ടം ചുറ്റിയിട്ട് കാല് കുത്താണ്ട് ഓടിച്ചാൽ മതി. ഒറ്റ എനിക്ക് അതാവില്ല. അൻവി വരെ അതാ. അൻവിനെ കാണിച്ചു കൊടുക്കടാ. സൈക്കിളതാ ഓടിക്കുന്നത് കാല് കുത്താണ്ട്. കണ്ട അതിലൂടെ കാല് കുത്തണ്ട. അത് ഓടലടി അതാ സ്റ്റാർട്ടാക്കിയത്. അതിപ്പോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടാ. മാറിക്കൊടുക്ക. അൻവി മാറിക്കോ. ദേവുട്ട മാറി. എല്ലാരും മാറിക്കോ. എന്നാ ആവൂലെന്നല്ല. അല്ല വട്ടം ചുറ്റാൻ ആവൂലെന്നല്ല. എനിക്ക് കയ്യല്ലാന്ന് ആരും ബോധിപ്പിക്കുന്നു വേണ്ട. ആവൂല പിന്നെ എങ്ങനെ ബോധിപ്പിക്കണ്ടേ? പിന്നെയല്ല മഴവില്ല് പോലെ മഴക്കോട്ടുണ്ട് ഇടാ. പച്ചയില്ല. ഞാനല്ലേ സംഗീതട്ടെ അന്ന് മീൻ മേടിക്കാൻ പോകുമ്പോ എല്ലാം ഓരോന്ന്. അന്നൊരു കഷ്ടകാലത്തിന് വമ്പൻ മഴയിൽ പെട്ടുപോയി. കുറേ സമയം കാത്തുനിന്നു, മണിക്കൂറുകൾ കാത്തുനിന്നതിന് ശേഷം മുലക്കിട് വെച്ചാൽ മഴയത്ത് എടുക്കാനാവണ്ടേ. അത് കഴിഞ്ഞതിന് ഞാൻ അന്നേരം ഓടിച്ചായിരിക്കും അല്ലേ? മഴയത്ത് ഓടിക്കാനാവണ്ടേ. ഇത് ഫുള്ള് വണ്ണാമ്പലെല്ലാം കെട്ടി. 2 ദിവസമായിട്ട് നല്ല വെയിലാട്ടോ ഇവിടെ. നിങ്ങളടുത്ത് 2 ദിവസമായിട്ട്. 2 ദിവസം എന്ന് പറയുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരാഴ്ച ആയി. അപ്പൊ പറയും ഇവിടെ നല്ല മഴയാണല്ലേ. 14-ാം തീയതി 13-ാം തീയതി തുടർ ദിവസങ്ങളിൽ ഇവിടെ നല്ല വെയിലിന് മഴക്ക് കുറവുണ്ട്. നിങ്ങളടുത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? മൊത്തത്തിലൊരു മഴ കുറച്ച് കുറവുണ്ട് ഈ 2 ദിവസമായിട്ട്. അതുകൊണ്ടല്ലോ ഒന്ന് കഴിയും വെക്കുന്നേ. ഫുൾ ചളി കൊത്താന്ന് പറഞ്ഞാൽ ഇവർക്ക് തീയില്ലല്ലേ. ചളി മയം. ഇത് പെട്രോളും ഇതിന് വേണ്ട ഒരു ഓയിലുണ്ട്. ടൂട്ടി എന്നാന്ന് ഇതിന് പറയാ. ഓയിൽ മിക്സ് ചെയ്തിട്ട് വാങ്ങിയതാട്ടോ. സ്കൂട്ടിയാ എന്താ എന്നതിന് പറയാ? ഓയിൽ മിക്സ് ചെയ്ത് കരിയോയില്ല. മീൻ പൊരിച്ച നമ്മൾ ഈ പെട്രോൾ ഒഴിക്കുമ്പോൾ പരമാവധി പുറത്ത് പോകാണ്ട് ഒഴിക്കാനുള്ളൊരു വഴി ഞാൻ കാണിച്ചു തരാം. ഓടിക്കുക. ഇങ്ങനെ ഒഴിക്കണ്ടോ? ഓളെന്ന് പറഞ്ഞ പെട്രോളും കരിയോലുവാ. ഒന്ന് കരിയോലാ ഒഴിക്കുക. കരിയോലാണ്. അതെയോ? അവർക്ക് അറിയില്ലടാ. നീ എന്നാണ് ഇങ്ങനെയെല്ലാം കളിയാക്കുന്നത്. കരിയോല് ഇതാണ്. അവർക്ക് അധികം ഡീസൽ പെട്രോളേ അറിയൂ. വേറെ ഇതിനത് മിക്സ് ചെയ്യാൻ അറിയാം. നീ അമ്മച്ചിയാണ്. ഇവള് സ്വയം ഇങ്ങനെ എപ്പോ പറയും ഞാൻ ഒരു പെൺകുട്ടിയൊക്കെ ഞാൻ കുട്ടിയൊക്കെ ഉദ്ദേശിക്കുന്നത്. നീ ആരും ഇനിയാ കുട്ടികളും ഞാൻ നീ തൊണ്ടിയാണ് പെൺകുട്ടി.
വയസ്സായില്ലേ തൊണ്ടിയില്ലേ അപ്പൊ സംഘടന എങ്ങല്ലേ 60 വയസ്സായവരെയാണ് തൊണ്ടി എന്ന് പറയാ. 60 വയസ്സായ മനുഷ്യന്റെ ആയുസ് ഇപ്പൊ നിർണയിക്കുന്നുള്ളൂ. അപ്പൊ 50-60 അവരെയാണ് വയസ്സന്മാർ, വയസ്സുള്ളവര് മാറും. ഇനിയിപ്പോ എന്താ പറയണ്ടേ? പിന്നെ വാവാന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ എന്താ പറയണ്ടേ? മോളേന്നാ അതാ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സമയം ഇപ്പൊ സമയം നോക്കി വെച്ചു ഇനി അത് സ്റ്റാർട്ടാകുന്ന സമയം. ആവും എന്നെ കൊണ്ടാവും. ഓൻ തളർന്ന് ഇങ്ങനെ ഒരു നേക്കുണ്ട്, അങ്ങനെ ഒരിക്കൽ വലിക്കും. പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ രണ്ടോട്ടം പിടിക്കും. പിന്നെ ഷോൾഡർ പോടാ, ഞാൻ കൊറേ നേരം അടിച്ചിട്ടില്ലേനോ. സംഭവം അങ്ങനെ ഓണാക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഡയലോഗ് ഒന്നും അടിക്കാണ്ട് ഞാൻ ഓണാക്കിന്. ചിലക്ക് വലിയ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഞാൻ കൊറേ അടിച്ചിട്ട് വണ്ടിയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന പോലെ അല്ല പരിപാടി കേട്ടാ. പോടാ. വീട്ടിൽ ഇതുപോലൊരു പാവം വേറെ ആരുമില്ല. ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. നീ എന്താണ് തിന്നുന്നേ? അത് വായിലെന്തോ ഉണ്ട്, അത് ഇറക്കണ്ടിട്ട് കാത്തു നിൽക്കുന്നയാ. തിന്നോ എല്ലാണ്ടോള് മുന്നാട്ട് കരാ. ഇപ്പൊ നോക്കിയാ ചവക്കം നോക്കിയാ ചവക്കാണ്ട് കഷ്ടം. അങ്ങനെ തൊണ്ടൊക്കെ ഇട്ട് നീ തിന്നോ. അത് സൈഡിൽ കാണുന്നുണ്ട് പൊന്തിയിട്ട്. അങ്ങനെ നമ്മളെ ഇന്നത്തെ പരിപാടി ഇവിടെ റോഡ് പണി പിന്നെ വണ്ടി കയറി ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഞാൻ പിന്നെ വൈൻഡപ്പ് പറയാൻ വീഡിയോ ഓൺ ആക്കുന്നുണ്ട്. ആദ്യം പൈപ്പ് എടുത്തിട്ട് പിന്നെ അടിക്കും ഞാനിത് വേണ്ട പണിയെടുക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ അല്ലേ? ഞാൻ നല്ലോണം പണിയെടുത്തെന്ന് പറഞ്ഞു കേട്ടോ എല്ലാവരും. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി അടുത്ത് ഇതെല്ലാ വണ്ടിയും കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴുകി എല്ലാം കഴുകിയത്, ഇതെല്ലാം കഴുകിയത് ഞാനാണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ